ശരീരത്തിലേറ്റ മുറിവുമായി വനാതിർത്തിയിലെത്തിയ കാട്ടാനയ്ക്ക് വനം വകുപ്പ് ചികിത്സ നൽകി തുടങ്ങി. പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിലെ അമ്പനാർ റേഞ്ചിൽ കറവൂർ സന്യാസിക്കോൺ ഭാഗത്താണ് കഴിഞ്ഞ ഒരാഴ്ചയായി കാട്ടാന നിലയുറപ്പിച്ചിരുന്നത്. ഇടത് മുൻകാലുകൾക്ക് മുകളിലായി ചെവിക്കു പിന്നിൽ മുറിവേറ്റ നിലയിലായിരുന്നു ആന. കാട്ടാനകൾ തമ്മിൽ നടന്ന അക്രമത്തിനിടെ കൊമ്പുകൊണ്ട് ആഴത്തിൽ മുറിവേറ്റതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയായി തുടർച്ചയായി ആനയെ നിരീക്ഷിച്ചു വരികയായിരുന്നു. തുടർന്നാണ് കൊല്ലം വനം വകുപ്പ് അസിസ്റ്റന്റ് വെറ്റിനറി ഡോക്ടർ സിബിയുടെ നേതൃത്വത്തിൽ ആനയെ നേരിട്ടും അല്ലാതെയും നിരീക്ഷിച്ചത്. തുടർന്ന് കൈതച്ചക്കയിലും നേന്ത്രപ്പഴത്തിലും മരുന്നുകൾ വെച്ച് ആനയ്ക്ക് നൽകുകയും ചെയ്തു. അത് പറയണേ ഈ അത് കാണിക്കും. നിങ്ങളുടെ മുഖോട്ട് ഇരിക്കട്ടെ. അവാർഡ് വല്ലതും കിട്ടുമെന്ന് കേട്ടെ. നോക്കിക്കോണേ കേട്ടോ, ശ്രദ്ധിച്ചോണേ മോനച്ചാ, ശ്രദ്ധിച്ചോണം. അറിയാൻ പറ്റത്തില്ല. ഓക്കെ ഒരാൾ പോയാൽ ഒറ്റ ഒരാളെ പോകാവൂ. ബാക്കിയുള്ളവർ ആ സമയത്ത് ശബ്ദിക്കരുത് കേട്ടല്ലോ. വേറെ ആരും മിണ്ടരുത്. നമ്മളൊരു 5 മിനിറ്റ് നിശബ്ദമായി ഇരുന്നിട്ട് വേണം പോകാൻ. പരമാവധി സൗണ്ട് ഉണ്ടാക്കാതി. എത്രണ്ണം ആയിരുന്നു മാസം? 10 മതിയാ. അത് 10 മറ്റേ അത് 10 കൂടുതലായിരിക്കും ഇപ്പോൾ. ഇല്ല, അത് രണ്ട് ഗുളിക. രണ്ടാ? ആകെ 17 ഉള്ളല്ലേ? ഇത് 7 ഉള്ളായിരുന്നു. ഓക്കെ. അപ്പോൾ ഈ കവർ നമ്മുടെ കവറിനകത്തിട്ടേ നമുക്ക് ഇവിടെ ഇട്ടേക്കാം. അത് വെച്ചേക്കണേ നിവാസേ. അല്ല, എന്തിനാണെന്നറിയോ, ഇനി ഇതിന് വേറെ എന്തെങ്കിലും ചികിത്സ വല്ലതും കൊടുക്കണമെങ്കിലേ അപ്പോൾ നമ്മൾ ഇത് കൊടുക്കണ്ടേ. വേണ്ട പ്ലാസ്റ്റിക് കൊണ്ടുപോകണ്ട. പ്ലാസ്റ്റിക്കിലപ്പം തിന്നോളെ. പ്ലാസ്റ്റിക് അങ്ങോട്ട് കൊണ്ടുപോയല്ലേ. മോനച്ചാ, കൈതച്ചക്ക കൊണ്ട് എടുത്തോ. കൈതച്ചക്ക അല്ലാതെ വെച്ചാലേ മിക്കവാറും കൈതച്ചക്ക മാത്രം തിന്നും. പാലോട് ദൂരെ കളയും. കവർ വെക്കണ്ട. അല്ലാതെ വെച്ചാൽ മതി. അത് അല്ലാത്തില്ല. അവിടെ ചെന്ന് കവറിൽ നിന്ന് എടുക്കാനുള്ള സമയമൊന്നും കിട്ടത്തില്ല. അല്ലല്ല, കവർ എടുത്ത് തിന്നാളെ മധു. കവർ വെച്ചാൽ കവർ തിന്നും. കവർ എടുക്കണം. അമ്പനാർ വനമേഖലയിലെ ആനയല്ല ഇതെന്നാണ് വനംവകുപ്പിന്റെ കണ്ടെത്തൽ. മറ്റു മേഖലകളിലെ ആനക്കൂട്ടത്തിൽ നിന്നും ആക്രമണത്തിൽ പുറത്താക്കപ്പെട്ട ആനയാണെന്നും അത്തരം ആക്രമണങ്ങളിലാണ് ആനകൾക്ക് കൊമ്പുകൊണ്ട് മുറിവേൽക്കുന്നതെന്നും അമ്പനാർ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ അജയൻ പറഞ്ഞു. കഴിഞ്ഞ 22-ാം തീയതി മുതൽ സന്യാസിക്കോൺ തോടരികിലും ഈറക്കാടുകൾക്ക് സമീപത്തും പലതവണയായി കാട്ടാനയുണ്ടായിരുന്നു. അലിമുക്ക് അച്ചൻകോവിൽ പാത കടന്ന് ആന മറുകരയിലേക്കും എത്തുന്നുണ്ടായിരുന്നു. ആനയ്ക്ക് ചികിത്സ നൽകുവാൻ വൈകിയതിനെ തുടർന്ന് നാട്ടുകാരും കഴിഞ്ഞ ദിവസം ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ചികിത്സ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ചൊവ്വാഴ്ച വൈകുന്നേരത്തോടെ
ആന കാടുകയറി തുടങ്ങിയതായി വനപാലകർ പറഞ്ഞു. ഉൾക്കാട്ടിലും ആനയെ നിരീക്ഷിക്കുവാൻ വനം വകുപ്പ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2 വർഷം മുമ്പ് ഓലപ്പാറ കോട്ടക്കയത്ത് പടക്കം കടിച്ച നിലയിൽ കാട്ടാനയെ കാണുകയും മതിയായ ചികിത്സ നൽകാതെ ആന ചരിയുകയും ചെയ്തിരുന്നു. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.